2026 ജനുവരി 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പുതുവർഷമാണല്ലോ. അതുകൊണ്ട് ഇംഗ്ലീഷ് മാസം 1201 ആണ്ട്. അതായത് വ്യാഴാഴ്ച ദിവസമായിട്ട് വരും ധനുമാസം. അപ്പൊ ഈ വ്യാഴാഴ്ച ദിവസമാണ് നമ്മുടെ 1-ാം തീയതി എന്ന് പറഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിലാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു തുടക്കമെന്ന് പറയും. ഇതിനകത്ത് ആദ്യം തന്നെ ഒരു ചാർട്ട് ഇടയ്ക്ക് കൊടുത്തേക്കും. ഓരോരുത്തരത്ത് എല്ലാ നാളിനെ പറ്റി നമുക്ക് വരുമ്പം അതിന് ചാർട്ട് കൊടുത്തേക്കും. ആ ചാർട്ടിന്റെ വെച്ചിട്ട് നിങ്ങൾ നോക്കി മനസ്സിലായിക്കോണം. അപ്പം ആ ഒരു ചാർട്ടിനകത്ത് എവിടാ നിൽക്കുന്നത്, കാരണം ഈ ഒരു കാര്യം കൂടെ പറയുവാണ്, നമ്മൾ ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആണെന്നൊരു അക്യുറേറ്റ് പ്രഡിക്ഷൻ ആയിരിക്കും. നമ്മളിവിടെ രാശി വെച്ചിട്ടാണ്. കാരണം ഓരോ ആൾക്കാരുടെയും ഈ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച്, ബർത്ത് ടൈം അനുസരിച്ച് ലഗ്നം മാറി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രഡിക്ഷൻ ആണെങ്കിൽ അക്യുറേറ്റ് ആയിരിക്കും, 100% കറക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് രാശി വെച്ചായതുകൊണ്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനകത്ത് ആകെ നമുക്ക് 12 രാശികളാണല്ലോ ഉള്ളത്. ഇടവൻ രാശിയുടെ രാശിയാധിപൻ എന്നുള്ള ശുക്രനാണ്. അപ്പം അതേമാതിരി ഈ ഇടവൻ രാശിയിലെ നാളുകളെന്ന് നോക്കി കഴിഞ്ഞാൽ കാർത്തികയുടെ ഒടുവിലത്തെ മുക്കാൽ, രോഹിണിയുടെ 4 പാദങ്ങൾ, മകയിരത്തിന്റെ അരഭാഗങ്ങൾ. അപ്പൊ ഇത്രയാണ് ഇതിനകത്തെ നാളെ. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ കാർത്തികയെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വാകർമ്മയിൽപ്പെട്ടതാണ്. അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നതാണെന്നൊരു ചന്ദ്രനാണ്, അവർ ബുധകർമ്മയിൽപ്പെട്ടതാണ്. പിന്നെ മകേരത്തിനാണെന്നൊരു ചൊവ്വാണ്, ഗുരുകർമ്മയിൽപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈ കർമ്മയുടെ അനുസരിച്ചും ഇതിന്റെ ഓരോ പാദങ്ങൾ മാറുന്നതിന്റെ അനുസരിച്ചും പലതായിട്ട് നിങ്ങളുടെ ഈ സ്വഭാവത്തിന്റെ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇപ്പൊ ഈ സപ്പോസ് ഇപ്പൊ ചൊവ്വ നിൽക്കാന്ന് അവർക്ക് ചിലപ്പോൾ ഇച്ചിരി ദേഷ്യം കാര്യങ്ങൾ ഒരിച്ചിരി കൂടുതൽ കാണാം. അല്ലെന്നൊരു ബുധൻ അവർക്ക് കുറച്ചും പഠിക്കാനുള്ള താല്പര്യം കൂടുതൽ, അല്ലെന്നൊരു ചന്ദ്രൻ നിൽക്കുന്ന ഫുഡ്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് ഇൻഡസ്ട്രി, അങ്ങനെയൊക്കെ ഉള്ളതിനോടുള്ളൊരു താല്പര്യം ബൈ ബർത്ത് തന്നെ കാണും. അതുപോലെ കാർത്തികയ്ക്കാണെങ്കിൽ പറഞ്ഞ മാതിരി സൂര്യനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു ചൊവ്വയൊക്കെ ഒരു പിടിവാശി. അപ്പം അങ്ങനത്തെ ഒരു ആംഗിൾ. പിന്നെ സൂര്യൻ അതോറിറ്റിയുടെ ഗ്രഹമാകുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പോകാനാണെന്നൊരു ഒത്തിരി ഉണ്ട്. അപ്പോൾ അതങ്ങനെ പറയാൻ മീൻസ് ഇതിനകത്ത് ഒരു ചെറിയ ഈ ഒരു സബ്ജക്റ്റിനകത്ത് പറയുമ്പോൾ നമുക്കെല്ലാം കൂടെ പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ടോ നോക്കുക. ഇവർക്ക് കേതു എന്ന് പറഞ്ഞാൽ 4-ലാണ്, അതുപോലെ വ്യാഴൻ 2-ലാണ്, പിന്നെ ബാക്കി സൂര്യന്, ബുധന്, കുജന്, ശുക്രന് ഇതൊക്കെ നമ്മൾ 8-ലാണ് നിൽക്കുന്നത്. പിന്നെ ശനി 11-ല്, പിന്നെ ഈ പറയുന്ന നമ്മുടെ രാഹു 10-ല്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനറ്ററി പൊസിഷൻ. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ ഓരോ ഇപ്പം നമ്മുടെ ഈ ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റും. അത് ഇപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ഗെയിന്, നമുക്ക് അല്ലെങ്കിൽ വെൽത്ത്, നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഏണിങ്സ്, എന്തെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന, അതായത് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ലക്ഷറി അസറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നമുക്കൊരു ജീവിത സൗഭാഗ്യങ്ങൾ, സുഖലോലുപത, ഇങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ് 2 എന്ന് പറയുക. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങളൊക്കെ വരും. അതുപോലെ 4 ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ, നമ്മുടെ മദർ, അല്ലെങ്കിൽ വെഹിക്കിള്, വണ്ടിയെ, അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷന്, റിയൽ എസ്റ്റേറ്റ്, അഗ്രികൾച്ചർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ്, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുപോലെ 8th ഹൗസ് എന്നത് ഹൗസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടും. നമ്മുടെ മരണം എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിനും. അൺഎക്സ്പെക്റ്റഡ് ഇപ്പോൾ സപ്പോസ് ടൈം ഇത് ലോട്ടറി അടിക്കുന്നവരെ 8ാമത്തെ ഹൗസ്. അപ്പോൾ അതിനകത്ത് നല്ലത് കൊണ്ട് അഴുക്ക് കൊണ്ടെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നല്ലൊരു ഇതാണ്. അല്ലെങ്കിൽ കറപ്ഷന്, ഡിഫിക്കൽട്ടീസ്, ഒരു അഴിമതി നടക്കുന്നത് 8 ഹൗസിൻ്റെ മോശമാണെന്നൊരു, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷന്, പിന്നെ അറ്റാക്ക് ഫ്രം ദ ആനിമൽ, എന്തെങ്കിലും ആൾക്കാരല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മോഷണം നടക്കുന്നത്, ഏതെങ്കിലും കയറി മോഷണം വരുന്നതോ അറ്റാക്ക് ചെയ്യുന്ന എടുക്കുന്നതോ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ 8 എന്നുള്ള ഹൗസിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ 10 ഉണ്ട്. 10 എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ജോബ്, സ്റ്റാറ്റസ്, പ്രൊഫഷന്, നമ്മളൊക്കെ ജോലി കിട്ടുന്നത്, എടുക്കുന്നത്, ഗെയിൻ ഫ്രം ദ ഈ പറഞ്ഞ ഇൻകം, ഇതിൽ നിന്നുള്ളത് ഒരു ഇൻകം. അതുപോലെ എന്താ പറയുന്നത്, കറസ്പോണ്ടൻസ്, പ്രസ്റ്റീജ്, അല്ലെങ്കിൽ റെസ്പെക്റ്റ്, നമുക്ക് ഒരു ബഹുമാനവും പവറും, നല്ല അതൊക്കെ ബേസിക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. നമുക്ക് ഇങ്ങനെയായിട്ടുള്ള നല്ല ജോബ് ഉണ്ടായാലും നമുക്ക് സൊസൈറ്റിയിൽ ഒരു വിലയും കാര്യങ്ങളും ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് തന്നെ അതിനകത്ത് തന്നെ ഇതിന് പിന്നെ അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇത് ഉയർച്ച, അല്ല ഒക്യുപ്പേഷൻ, എന്തെങ്കിലും ഈ പറഞ്ഞ് നമുക്കൊരു പ്രൊഫഷണൽ ജോബ് കിട്ടുന്നത്, ഇതെല്ലാം നോക്കുമ്പോൾ 10-ആണ്.
അതുപോലെ 11 ഗെയിൻ ഫ്രം ദ ഫ്രണ്ട്ഷിപ്പ്, ഗെയിനിൻ്റെ പൊതുവേ ഉള്ള നേട്ടങ്ങൾ. 11 ഒരു നല്ല ഹൗസാണ്. അല്ലെന്നൊരു സോഷ്യൽ സർക്കിളിലെ ഹാപ്പിനെസ്, അല്ലെന്നൊരു ഒരു തന്നെ ഒരു ഫ്രീഡം, റിക്കവർ ഫ്രം ദ ഇൽനെസ്. നമ്മളൊരു ഹോസ്പിറ്റലായിരുന്ന ആൾക്കാർ പോലും അവിടെ നിന്ന് റിക്കവറായിട്ട് വീട്ടിൽ പോകാനുള്ള സാധ്യത. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളെ, അതുപോലെ ഫുൾഫിൽമെൻറ്റ്, നമുക്ക് എന്തെങ്കിലും ഉള്ളൊരു സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, നമ്മുടെ സീക്രട്ട്, നമ്മുടെ രഹസ്യങ്ങളെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ഈ 11 എന്ന് പറഞ്ഞാണ് നമുക്ക് അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഈ ഗെയിൻ കിട്ടുന്നത്. അങ്ങനെ സ്പെക്കുലേറ്റീവ് ഗെയിന്, നമുക്കെന്തെങ്കിലും ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോസ് ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഇൻകം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ ഒരു കിട്ടാനുള്ള പൊതുവെ 11 എന്നാണ് ഒരു നല്ല ബെസ്റ്റ് ഹൗസ്. അപ്പോൾ അന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം രാഹു എന്ന് പറഞ്ഞാൽ 10ലാണ് നിൽക്കുന്നത്. ഈ 10 നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജോബ്. അപ്പോൾ ജോലി സ്ഥലത്ത് ചില അൺനെസറി പ്രശ്നങ്ങൾ, ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നിങ്ങളുടെ വൃത്തിയാട്ടിൽ 3, 6, 10, 11 എന്നൊക്കെ ഉള്ള പൊസിഷനിൽ ഈ രാഹുവിൻ്റെ പൊസിഷനാണെന്നൊരു നല്ലതാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് പൊതുവെ കുഴപ്പമില്ല. ബാക്കി അവർക്ക് ചിലപ്പോൾ നല്ല ജോബുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ജോബിനുള്ള എന്തെങ്കിലും പ്രമോഷന് കാര്യങ്ങൾ, അല്ലെ കൂടുതലായിട്ടുള്ള സാലറി കൂട്ടിക്കിട്ടാൻ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊമോഷന്, സാലറി കൂടാനുള്ള, അല്ലെങ്കിൽ കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരിക അതിന് ഇൻകം കൂടാം, പുതിയ കോൺട്രാക്ട് കിട്ടാനുള്ള സാഹചര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പൊതുവെ ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ രാഹു ഇതിനകത്ത് നല്ലതായിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു പൊസിഷൻ അല്ലാത്ത പല പൊസിഷനും ബാഡായിട്ടുള്ള പൊസിഷനുണ്ട്. അങ്ങനെയുള്ള പൊസിഷന് വരുമ്പോൾ രാഹു ഈ പറഞ്ഞതിന് നേരെ ഓഫീസിനകത്ത് ഓഫീസിൽ പോയിട്ട് വാക്ക് തർക്കം ഉണ്ടാകും. ചിലപ്പോൾ മാനേജരുമായിട്ട് പോയിട്ട് വാക്ക് തർക്കം ഉണ്ടാകും, അടി ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, ജോലി പോയെന്നിരിക്കാം. അപ്പോൾ ആ ഒരു സാഹചര്യം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വരെ ഈ ഒരു പീരീഡിൽ അത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചു. അതുപോലെ കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാം. കുടുംബാന്തരീക്ഷത്തിൽ ചെറിയ വാക്ക് തർക്കങ്ങളെ, കാര്യങ്ങളെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ചെറിയ മുറിവ് പറ്റാനെടുക്കാനുള്ള ഒരു സാഹചര്യങ്ങളിൽ കൂടെ ഉണ്ട്. അതേമാതിരി എന്താ പറയുന്നത്, നമുക്ക് സ്കിൻ അലർജി ഉള്ളവർക്ക് അതല്ല കൂടാനെടുക്കാൻ ഈ ഒരു പീരീഡിൽ ഒരു മാസത്തേനേ ഉള്ളൂ. ഈ ഒരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് അത് മാറും. ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്ലാനറ്റുകൾക്ക് പൊസിഷനൊക്കെ എന്ന് പറഞ്ഞാൽ മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നം വരും. അപ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേന് അത് മാറുമെന്നുള്ള പറഞ്ഞു. അതുപോലെ ഇപ്പോൾ 2026 ഒരു മധ്യത്തോടു കൂടി ആകുമ്പോഴത്തേന് ജൂൺ 2 ആകുമ്പോഴത്തേന് പിന്നെയും വ്യാഴം മാറും. അവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാഴം മാറുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അപ്പോൾ വ്യാഴത്തിൻ്റെ പൊസിഷൻ മാറും. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ മാതിരിയുള്ള പൊതുവേ കുറച്ച് അനുകൂലമായിട്ടുള്ള 3ലേക്കാണ് വരുന്നത്. അപ്പോൾ അയൽവക്കക്കാരുമായിട്ടുള്ള ഒരു നല്ല ടൈംസിൽ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ്. പിന്നെ നല്ലൊരു അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. പഴയ കൊച്ചിലെ കണ്ട പല പൂർവികമായിട്ടുള്ള ഫ്രണ്ട്സ്, ഓൾഡ് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ളവരുമാണ്. പിന്നെ അല്ലെങ്കിൽ തൊഴിലിന് എന്തെങ്കിലും അപ്രത്യക്ഷമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാം. പിന്നെ അതേമാതിരി സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന് വരില്ല. അതിനകത്ത് നിന്നുള്ള എന്തെങ്കിലും ഒരു പൊതുവെ ഒരു ഒരു ഉയർച്ച കാര്യങ്ങൾ, കലാപരമായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ഇതാണ്. ഇപ്പോഴാണ് ഇത്രയാണ് ഈ ഇതിനെപ്പറ്റി. അപ്പോൾ ഇടവൻ രാശിയെപ്പറ്റി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു റെമഡി പാർട്ട് ഇവിടെ പറയാനാണ്. ഞാനിപ്പോൾ എല്ലാ ആൾക്കാരെ പറ്റിയുള്ള ഒരു റെമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പല ഗ്രഹങ്ങളെ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലെന്നൊരു ഈ വീഡിയോ ലോങ് ആയിപ്പോൾ, അതുകൊണ്ട് ആ ഒരുപാട് ലോങ് ആയിട്ട് വലിച്ചു നീട്ടുന്നതിൽ താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു ഇത് പോയി കാണുക, അതിനകത്ത് ലിങ്ക് കൊടുക്കുക, ആ റെമഡിയുടെ വീഡിയോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ നാളിൻ്റെ ആൾക്കാർ പറയാൻ, പക്ഷേ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചിലപ്പോൾ മലയാളത്തിൽ ഇതുവരെ ഒന്നും വന്ന് കാണുകയില്ല. അതും പറയുക, ചിലപ്പോഴല്ല 100% വന്നിട്ടില്ല, അത് ഉറപ്പാണ്. അത്ര ഡീറ്റെയിൽഡായിട്ടുള്ള റെമഡി പാർട്ട് മാത്രം വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നില്ല, താല്പര്യം ഉണ്ടോയെന്നില്ല, അതിന് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ
നമ്മുടെ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമായിട്ടൊരു ചാനലുണ്ട്, അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നത്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഈ ഫീൽഡുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നക്ഷത്രനാടിയുടെയൊക്കെ ഫ്രീ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെന്നതിൽ ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ പറ്റും. കാരണം നല്ല രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അത് പോയി കാണുക, കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ബൃഹനാടി ഈ പറഞ്ഞ മാതിരി പഠിക്കാൻ താല്പര്യമുള്ളവർ മൊബൈൽ ന്യൂമറോളജി അല്ലാതെ ന്യൂമറോളജിൻ്റെ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഈ ഒരു ജോബിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ $14 ബില്യൺ ഇൻഡസ്ട്രിയാണ് ഇപ്പം ഉള്ളത്. ഇത് 2030 ആകുമ്പോഴത്തേന് $20 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ഉയരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഈ കമ്പ്യൂട്ടർ വിപ്ലവങ്ങളും ഇൻഡസ്ട്രി വിപ്ലവം ഒക്കെ നടന്നിട്ടും പലയിടത്തും ടെക്നോളജിയുടെ ഡീഗ്രേഡേഷനെ ടെക്നോളജി ഈസ് ദ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പല കാര്യങ്ങളും അപ്പോൾ എന്നിട്ട് മീൻസ് പല ഇൻഡസ്ട്രി താഴോട്ട് പോകുമ്പോൾ ഈ ഒരു സംഭവം മേളോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടോയെന്ന് വരില്ല. നമുക്ക് നമ്മുടെ തന്നെ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ലാംഗ്വേജൊക്കെ അറിയുന്നവർക്കാണെന്ന് വരില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ 75,000 1 ലക്ഷം രൂപ വട്ടവർ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കുക. അപ്പം ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.